ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു മിഡ് ടേം എക്സാമിനേഷൻ ഹിന്ദി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജോഡേ ഓർ വാക്ക് ലിഖേ. ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണത്. ഫസ്റ്റ് എന്താ? സൂരജ്. ഇവിടെ സൂരജ് കൊടുത്തിട്ടുണ്ട്, പേട് കൊടുത്തിട്ടുണ്ട്, ബാദൽ കൊടുത്തിട്ടുണ്ട്. ദുനിയാക്കോ പാനി ഊർജ് ഫൂൽ. അപ്പോൾ സൂരജ് എന്ന് പറഞ്ഞ സണ്ണാണ്. സൺ എന്താണ് നമുക്ക് തരുന്നത്? സൂരജ് ദുനിയാക്കോ ഊർജ് ദേത്താ ഹേ. കണ്ടോ, അങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. രണ്ടാമത്തെ, പേഡ് ദുനിയാക്കോ, വൃക്ഷം ലോകത്തിന് ഫൂൾ ദേത്താ ഹേ. ലാസ്റ്റ് വൺ. പിന്നെ ബാദൽ. ബാദൽ ദുനിയാക്കോ എന്താണ് നൽകുന്നത്? മഴമേഘങ്ങൾ പാനി ദേത്താ ഹേ. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സെക്ഷൻ, പൂരാ കരേ. ഡാഷ് എന്താ ഓപ്ഷൻസ് കൊടുത്തേക്കണേ? ഗാ, പ്യാ, ഷാ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആൻസർ പ്യാർ, സ്നേഹം അല്ലേ. രണ്ടാമത്തെ നിങ്ങളും ടെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇർഖദ് എന്നാണ് വന്നിരിക്കുന്നത്. സായുണ്ട്, ഭായുണ്ട്, ദായുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു വാക്ക് ദർഖദ്. അതിൻ്റെ മീനിങ് എന്താണ്? വൃക്ഷം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ദായാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ദർഖദ് എന്ന് എഴുതിയിടുക. ഇനി ദു സ്പേസ് ഇയ, വളരെ സിമ്പിളാണല്ലേ. ലോകം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സീ ഉണ്ട്, നീ ഉണ്ട്, മീ ഉണ്ട്. ദുനിയ എന്നാണ് വരുന്നത്, ദുനിയ. ഇനി അടുത്തത് ഡാഷ് ദ. ഖുദ്ദാണോ ലുദ്ദാണോ ഖുദ്ദാണോ? എന്താണ് ആൻസർ? ഖുദ്, തന്നെ തന്നെ. അടുത്തത് ഫിഫ്ത്ത് വൺ, ആ. ദെൻ കായുണ്ട്, ഗായുണ്ട്, ഖായുണ്ട്. ആഗ്, തീ എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ആഗ്, ഇതിപ്പോൾ ഒന്നും മാച്ചല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആഗ്. ഈ തേർഡ് ക്വസ്റ്റ്യൻ, സമാന അർത്ഥ ശബ്ദലിക്ക്. സമാൻ എന്ന് പറയുന്നത് മലയാളത്തിൽ സമാനമായ, ഒരേ രീതിയിലുള്ള അർത്ഥം വരുന്നത്, അതായത് സിനോണിംസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പേടാണ് ഫസ്റ്റ്. പേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം, മരമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുണ്ട് എൻ്റെ ആൻസർ. എന്താണ് അതിൻ്റെ ആൻസർ? ഇതാ ദർഖത്ത്. കണ്ടോ, ദർഖത്ത്, ദർഖത്ത്. ക്വസ്റ്റ്യൻ അഗ്നി. അതും നമ്മൾ നേരത്തെ കണ്ടു. അഗ്നി എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ്, ഫയർ. അതിന് സമാനമായ അർത്ഥമാണ് ആഗ്. രണ്ട് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിതാംശ പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. കവിതയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, അത് പഠിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദർഖത്ത് അപ്നെ ഫൂലോം സേ. വൃക്ഷം അതിൻ്റെ ഫ്ലവേഴ്സിനെ ഇത്തനാ പ്യാർ കരേ, ഒത്തിരി അധികം സ്നേഹിക്കട്ടെ. എന്തിനാ? വഹ് ദേ സക്കെ ഫൂൽ ദുനിയാക്കോ ഭി. വൃക്ഷത്തിന്, ലോകത്തിന് ഫ്ലവർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വൃക്ഷം അതിൻ്റെ പൂക്കളെ സ്നേഹിക്കണം. അതുപോലെ തന്നെ ബാദൽ അപ്നെ ജൽ സേ. മഴമേഘങ്ങൾ അതിൻ്റെ വെള്ളത്തിനെ, മഴമേഘങ്ങളിൽ നിന്നാണല്ലോ മഴ പെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിനെ ജൽ, വെള്ളം. ഇത്തനാ പ്യാർ കരേക്ക്, ഇത്രയധികം സ്നേഹിക്കണം. എന്തിനാണ്? വദേ സക്കെ ജൽ ദുനിയാ കോഭി. ലോകത്തിന് ഈ വെള്ളം കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ കാർമേഘം തൻ്റെ തന്നെ വെള്ളത്തിനെ ഇഷ്ടപ്പെടണം. അപ്പോൾ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യഹ് ആശയ് വാലി പങ്ക്തി ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന ആശയവാലി പങ്ക്തി, ലൈൻസ് ചുൻകർ ലിഖേ, എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മേഘ്, മേഘ് എന്ന് പറഞ്ഞാൽ മേഘമാണ്. അപ്പനെ പാനി സേ പ്യാർ കരേ ഓർ പ്രകൃതിക്ക് പ്യാസ് ബുജായേ. മേഘ്, മേഘം തൻ്റെ വെള്ളത്തിനെ സ്നേഹിക്കട്ടെ, അങ്ങനെ. ഓർ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ. കി പ്യാസ്, പ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാഹം. ദാഹം എപ്പോഴാണ് വരിക? വെള്ളം കുടിക്കാനാണ്, അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡിന് വേണ്ടിയിട്ടാണ് നമുക്ക് ദാഹിക്കുക. ഇത് ഫുഡ് കഴിക്കാൻ നമ്മൾ വിശക്കണമെന്ന് പറയും, ദാഹിക്കണം എന്ന് പറയില്ല. പ്രകൃതിക്ക് പ്യാസ് ബുജായേ എന്ന് പറഞ്ഞാൽ
ദാഹം തീർക്കട്ടെ എന്ന്. ഈ മീനിങ് വരുന്ന വരികൾ ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. അതിൻ്റെ വരുന്ന വരികൾ ഇതാണ്: ബാദൽ അപ്പനെ ജൽ സെ ഇത്തനാ പ്യാർ കരേക്ക് വ ദേ സക്കേ ജൽ ദുനിയാ കോ ഭി. ഈ ലൈൻസാണ് ഇതേ മീനിങ്ങിലുള്ളത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കവിതാംശ് കാ ആശയ ലിഖേ. ഈ കവിതയുടെ ആശയം എഴുതാണ്. ഇപ്പം തന്നിട്ടുള്ള ഈ 4 ലൈനിൻ്റെ ആശയം നമുക്ക് എഴുതിയാൽ മതി. അപ്പം നിങ്ങളെല്ലാവരും ആ ചാപ്റ്ററിലെ ആശയം പഠിച്ചിട്ടുണ്ടാവും. അതെന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ആരുടെ കവിതയാണ് ഒക്കെ എഴുതേണ്ടതാണ്. അപ്പം നമുക്ക് ആൻസർ നോക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ തുടക്കം എഴുതാം: ഖുദ് സേ പ്യാർ നാമ കവിത. ആരെഴുതിയതാണെന്ന് എഴുതാം. കവിത ശ്രീ സോമനാഥ് യാദവ് ദ്വാര ലിഖി ഗയി ഹെ. സോമനാഥ് യാദവ് എഴുതിയ കവിതയാണ്. വ ഏക് ചോട്ടി ഓർ സുന്ദർ കവിത ഹെ. ചെറുതും സുന്ദരമായ കവിതയാണ്. അപ്പോൾ ഈ ലൈൻസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ആ ലൈൻസിൻ്റെ ആശയം ഏതാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കവി കഹത്തെ ഹെ കി സൂരജ് അപ്പനെ ആഗ് സെ ബഹുത് പ്യാർ കരെ ഇസിലിയെ വ അപ്പനി ആഗ്. അപ്പോൾ ആ അത്രയും ലൈൻസ് എഴുതേണ്ട ആവശ്യമില്ല. അത് നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം, കാരണം ആ കവിതയുടെ ആശയത്തിൽ ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടില്ല. ഇവിടെ മുതൽ നമുക്ക് ആൻസർ എഴുതേണ്ടതാണ്. അതായത് ഇത്ര എഴുതിയിട്ട് पेड़ अपने फूलों से और बादल अपने जल से प्यार करता है और दुनिया को देता है. इसी तरह അതുപോലെ हमें खुद से प्यार करना चाहिए तभी हम दुनिया को प्यार दे सकेंगे. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ നാം സ്നേഹിക്കണമെങ്കിൽ നമ്മൾ തന്നെ ആദ്യം സ്നേഹിക്കണമെന്നാണ് ലാസ്റ്റ് ലൈനിൽ പറഞ്ഞു വയ്ക്കുന്നത്. ആൻസർ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.